ചേച്ചി ഒരു ഡിവൈഎഫ്ഐക്കാരിയല്ലേ? എങ്കിലേ ഈ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം എന്താണെന്ന് ഒരു സംശയം ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തില് പ്രകടമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു വ്യത്യാസം ഉദാഹരണ സഹിതം പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? വയനാട് ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നത്. ദുരന്തം നടന്നതിന്റെ തൊട്ട് പിന്നാലെ ഡിവൈഎഫ്ഐ കേരള ഒരു പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര് ഡിവൈഎഫ്ഐ വയനാട് ദുരിതബാധിതർക്ക് 25 വീട് വെച്ച് നൽകാനുള്ള പണം കണ്ടെത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. പ്രഖ്യാപനം നല്ല കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൈയടിച്ചു. പക്ഷെ ഡിവൈഎഫ്ഐ പ്രഖ്യാപനം നടത്തിയ തൊട്ടു പിന്നാലെ തന്നെ പണി തുടങ്ങി. തൽക്കാലം ഇത് മതി, 2 സ്മാളിനുണ്ട്. അല്ല, ഇനി അത് നിങ്ങൾ ഉത്തരം പറയണം. വയനാട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന പ്രൊജക്ട്, ടൗൺഷിപ്പ് പ്രൊജക്ട് എത്ര കോടി രൂപയുടെയാണെന്ന് അറിയാമോ? വയനാട് സർക്കാർ പണിയുമെന്ന് അവകാശപ്പെടുന്ന വീടിന് എത്ര ലക്ഷം രൂപയാണെന്നറിയാമോ? 20 ലക്ഷം രൂപയാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. എന്താണ് എർത്ത്ക്വേക്ക് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണിയുന്ന റെസിസ്റ്റന്റോട് കൂടിയ വീടുകളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നും അതിന്റെ ഡിസൈൻ എന്നുള്ള ഒരു കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, 8 ലക്ഷം രൂപയിൽ നിന്ന് 12 ലക്ഷം രൂപ കൂടുതൽ മുടക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു വീടിനില്ല എന്ന് ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 400 വീടിന് 80 കോടി. 400 വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 80 കോടി രൂപ. ഒരു ഹോസ്പിറ്റൽ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഒരു സ്കൂൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ. എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ മുകളിൽ വരില്ല. വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇന്ന് നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും.